കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കണ്ടത് റോമാക്കാർ യെരുശലേമിൽ ഉണ്ടായിരുന്ന ജൂതന്മാരുടെ ദേവാലയം ആക്രമിക്കാൻ തുടങ്ങിയ ഉടനെ സഹിക്കാൻ പറ്റാതെ എല്ലാവരും വീതിയിലിറങ്ങി പ്രതിഷേധിച്ചു. പക്ഷേ ഇത്ര വലിയ റോമൻ സൈന്യത്തിന്റെ മുമ്പിൽ ജൂതന്മാർ വെറും കൊതുകിനെ പോലെ ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം 12,000 ജൂതന്മാർ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. പിന്നെ ആ ദേവാലയത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ പുരോഹിതന്മാരെ ക്രൂരമായി കൊന്നുകളഞ്ഞു. യെരുശലേം നഗരം മൊത്തത്തിൽ ഒരു ചവറുകോട്ട പോലെയായി. എവിടെ നോക്കിയാലും ശവം, രക്തം, നിലവിളികൾ, അങ്ങനെ. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന വിലയുള്ള സാധനങ്ങളെല്ലാം പാഴ്സലാക്കി റോമൻ സൈന്യം അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. രണ്ടാം പ്രാവശ്യം പണിത ദേവാലയം നശിപ്പിക്കും, ഇല്ലാതെയാകും എന്ന് നേരത്തെ യേശു പറഞ്ഞല്ലോ. അതിവിടെ ഇപ്പോൾ സംഭവിച്ചു. ക്രിസ്ത്യൻസിനെ ഭയങ്കരമായിട്ട് ജൂതന്മാർ വെറുക്കാൻ തുടങ്ങി. ഒരു ദേവാലയത്തെ ഇടിക്കുന്നു എന്ന് പറഞ്ഞ എത്ര വലിയ ചരിത്രമാണെന്ന് നമുക്കറിയാം. ആദ്യ തലമുറയ്ക്ക് ഒരിക്കലും കണ്ണിൽ നിന്ന് മറയാത്ത കാഴ്ച പോലെ ഏതു തലമുറയും നെഞ്ചിൽ നിന്ന് മാറാത്ത ഒരു സംഭവമാണിത്. ജൂതന്മാരെ സംബന്ധിച്ച് രണ്ടാം പ്രാവശ്യമാണ് അങ്ങനെ കാണുന്നത്. യേശു ജനിച്ചതിനു ശേഷം ഏകദേശം 70 വർഷത്തിനു ശേഷം റോമക്കാരുടെ ആക്രമണത്തിന് ഇരയായി ഇടിച്ച് ഇല്ലാതാക്കിയ ആ ദേവാലയം ഇന്ന് വരെ പിന്നീട് പണിതിട്ടേയില്ല. ഇനി ഒരു ദേവദൂതൻ ഇറങ്ങി വന്ന് അത് പണിത് തരും എന്ന് ജൂതന്മാർ ഇന്നും വിശ്വസിക്കുന്നുണ്ട്. ഇടിഞ്ഞുപോയ ആ ദേവാലയത്തിന്റെ ഒരു ഇഷ്ടിക പോലും എടുത്തു വയ്ക്കാൻ അവർ പരിശ്രമിച്ചില്ല, അല്ലെങ്കിൽ മനസ്സ് വെച്ചില്ല എന്ന് പറയാം. അങ്ങനെ തന്നെ അത് ഉപേക്ഷിക്കപ്പെട്ടു. ആക്രമണത്തിന്റെ ഓർമ്മയായിട്ട് ഇന്നും ദേവാലയത്തിന്റെ മതിലിന്റെ ഒരു ഭാഗം അവർ അവരുടെ വിശുദ്ധമായി കരുതി വണങ്ങി വരുന്നുണ്ട്. ഇതൊരു കെട്ടുകഥയല്ല. സത്യത്തിൽ ഇന്ന് ലോകമെങ്ങും ജീവിക്കുന്ന ഏകദേശം 5 ലക്ഷം ജൂതന്മാർക്കും ഈ മതിലേ ഉള്ളൂ ആശ്രയമായിട്ട്. ദേവാലയം ദേവദൂതൻ വന്ന് പണിതു തരും, ഓക്കെ. പക്ഷേ ഈ തകർക്കപ്പെട്ട മനസ്സിനെ ആരാ പണിതു കൊടുക്കുന്നത്? അതാണ് ആ ഒരു സംഭവമാണ് ജൂതന്മാർക്ക് സ്വന്തമായിട്ട് ഒരു സ്ഥലം, ഒരു ദേശം വേണമെന്ന് തീരുമാനിക്കാൻ തന്നെ കാര്യം. ഏതു കാലത്തും നമുക്കും നമ്മുടെ മതത്തിനും നമ്മുടെ സംസ്കാരത്തിനും എപ്പോഴും പ്രശ്നം വരാൻ സാധ്യത ഉണ്ടെന്ന് അന്ന് അവർ മനസ്സിലാക്കി. പ്രത്യേകിച്ച് യേശുവിനെ കൊന്നത് ഈ ജൂതന്മാരാണെന്ന് പുറത്ത് സംസാരമായ സമയം ഈ ജൂതന്മാർക്ക് വലിയ നാണക്കേടായി. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, യേശുവിനെ ആ ദേശത്ത് വെച്ച് ക്രൂശിച്ച സമയത്ത് ആ സ്ഥലത്ത് ജൂതന്മാർ വളരെ കുറവായിരുന്നു. ഒരു 1,00,000 ആൾക്കാർ പോലും ഇല്ലായിരുന്നു. മൈനോറിറ്റി ആയിരുന്നു. ചില ആയിരക്കണക്കിന് ജൂതന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ പോലും യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തേക്ക് പോയി എന്ന് വിശ്വസിച്ച ജൂതന്മാർ ക്രിസ്ത്യൻസായി മാറാൻ തുടങ്ങി. കുറച്ചുപേർ അങ്ങനെ ക്രിസ്ത്യൻസായി. അങ്ങനെ ആദ്യ സമയത്ത് മാറിയല്ലോ. അവർ തന്നെ ജൂതന്മാർ യേശുവിനെ കൊന്നു, ജൂതന്മാർ യേശുവിനെ ക്രൂശിച്ച് ഇല്ലാതാക്കി കളഞ്ഞു, ക്രൂശിച്ച് കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞ് ശപിക്കാൻ തുടങ്ങി. വേറെ ജാതിക്കാർ പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഈ അറബികൾ ജൂതന്മാരെ കുറിച്ച് ഇങ്ങനെ കുറ്റപ്പെടുത്തിയതേയില്ല. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പാലസ്തീൻ അറബികൾ വെറും കാഴ്ചക്കാർ മാത്രമായിരുന്നു. അവരുടെ ദേവദൂതൻ ആ സമയത്ത് ജനിച്ചിട്ടില്ല. കുറച്ച് നൂറ്റാണ്ടുകൾ കൂടെ അവർ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുവരെ അവർക്ക് അറിയാവുന്ന കൊച്ചു കൊച്ചു ദൈവങ്ങളെ, പ്രത്യേകിച്ച് കല്ലിനെ നിർത്തി അതിനെ പ്രതിഷ്ഠിച്ച് അതിനെ വണങ്ങിയും സേവിച്ചും പോന്നു. അറബികളുടെ വിഗ്രഹാരാധന പറയുന്നത് അവിടെ ഇവിടെയൊക്കെ വളരെ അപൂർവമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സത്യത്തിൽ അന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത്, അന്നത്തെ യുദ്ധം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അറബികൾക്കും ജൂതന്മാർക്കും തമ്മിലല്ലായിരുന്നു. മുസ്ലിംസിനും ജൂതന്മാർക്കും തമ്മിലല്ലായിരുന്നു. അന്നത്തെ പ്രശ്നം പുതുതായി ജനിച്ച ക്രിസ്ത്യൻസിനും ജൂതന്മാർക്കും തമ്മിലായിരുന്നു. ജൂതന്മാർക്കും അവരെ ഇല്ലാതാക്കി നശിപ്പിച്ച റോമക്കാർക്കും തമ്മിലായിരുന്നു. ജൂതന്മാരെന്ന് പറയുന്നത് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വംശം എന്നൊരാശയത്തെ മുൻനിർത്തി ജൂതന്മാർക്ക് തമ്മിലുള്ള ഐക്യത്തെ നിലനിർത്താൻ ശ്രമിച്ചു. തനിക്ക് വെല്ലുവിളിയായി നിൽക്കുന്ന എല്ലാത്തിനെയും അവർ സാത്താനായിട്ടാണ് കരുതിയിരുന്നത്. റോമാക്കാർക്കെതിരായി ആദ്യ കലാപമുണ്ടാക്കിയ ഷിലോറ്റ് സംഘടന പിന്നെയും തലപൊക്കാൻ തുടങ്ങി. നേരത്തെക്കാളും കുറച്ചുകൂടെ ശക്തിയോടെ, നേരത്തെക്കാളും ഒരുപാട് പിന്തുണയോടെ, നേരത്തെക്കാളും ഒരുപാട് പക്കയായിട്ട് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിൽ ഷിലോട്ട് സംഘടന ഉയർന്നു വന്നു. ആ കാലഘട്ടത്തെ റോമൻ സൈന്യം ഏത് ദേശത്തെ ആക്രമിക്കുവോ ആ ദേശക്കാരെല്ലാം ഞാനും റോമാ പൗരനാണ് എന്ന് ചങ്കത്തടിച്ച് പറയുമായിരുന്നു. അവർ ശരിക്കും പറഞ്ഞ അടിമയാണ്. റോമാക്കാർ അവരെ ഭരിക്കുന്നു. പക്ഷേ ഞങ്ങൾ റോമൻ സിറ്റിസനാണെന്ന് അഹങ്കാരത്തോടെ പറയുമായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഒരു ദേശം പിടിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ, വിദ്യാഭ്യാസം, ഇതൊക്കെ റോമൻ രാജാക്കന്മാർ നന്നായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നല്ല പഠിച്ച് സമ്പദ് വ്യവസ്ഥയിൽ കുറച്ച് നന്നായിട്ട് കയറി വന്ന ആൾക്കാരൊക്കെ റോമൻ ഭരണത്തെ നന്നായി സ്വീകരിച്ചു. പക്ഷേ ഇതൊക്കെ റോമിന് ചുറ്റിയുള്ള സ്ഥലത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ സംസാരിക്കുന്നില്ലേ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾ, ഇസ്രായേലിന് ചുറ്റിപ്പറ്റിയുള്ള സ്ഥലങ്ങൾ, പാലസ്തീൻ, ചുറ്റുമുള്ള അറബ് ദേശം, ഇവിടെയൊക്കെ ഇങ്ങനെ അല്ലായിരുന്നു. റോമൻ ഗവൺമെന്റിന് കീഴിലുണ്ടായിരുന്ന പേർഷ്യ, ബാബിലോൺ, ഇന്ന് ഇറാൻ, ഇറാഖ് എന്നൊക്കെ പറയുന്നല്ലോ, അതൊരു കാലത്ത് ബാബിലോൺ എന്നായിരുന്നു. അതും ഈജിപ്റ്റ്, ഇതുപോലുള്ള ഇന്നത്തെ എല്ലാ മുസ്ലിം രാജ്യവും അന്ന് റോമാക്കാർക്ക് കീഴിലായിരുന്നു. അവിടെയൊക്കെ സാമ്പത്തിക വ്യവസ്ഥ വളരെ ദാരുണ്യമായിരുന്നു. മൊത്തം ദാരിദ്ര്യം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഉയർന്ന ജനവിഭാഗങ്ങൾക്കും പ്രധാനപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെറുതെ വേണമെങ്കിൽ ഞാനും റോമ പൗരനാണെന്ന് പറയാം എന്നല്ലാതെ സത്യത്തിൽ അവർ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ജീവിച്ചു പോകുന്നത്. അവരുടെ വിളവ്, ആദായം എല്ലാം റോമാക്കാർക്ക് പോകുന്നത് കൊണ്ട് ദാരിദ്ര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെങ്കിലും 3 നേരം കഴിക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞ് ഇടുങ്ങിയ ചിന്താഗതിയിൽ ജീവിക്കാൻ തുടങ്ങിയ സമയമാണത്. ഈ സമയത്താണ് ഇസ്രായേലിൽ ജൂതന്മാരുടെ വിപ്ലവ സംഘടനയായ ഷിലോറ്റ് പുതുജീവൻ പ്രാപിച്ചെഴുന്നേറ്റത്.
പാലസ്തീന് പുറത്ത് താമസിക്കുന്ന ജൂതന്മാർ അവരെ പിന്തുണച്ചു. അവർ അവിടെ ഇവിടെ എന്നൊക്കെ പല സ്ഥലങ്ങളിൽ സെറ്റിലായിരുന്നാലും ജൂതന്മാർ എന്ന ഒരൊറ്റ വികാരത്തിന് എല്ലാവരും ഒരുമിച്ച് തന്നെയായിരുന്നു. ജൂതന്മാരുടെ ഉയർച്ചയ്ക്ക് ഇതൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്തും അവർ പിരിഞ്ഞു ജീവിച്ചാലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒന്നുചേരും. എവിടെയാണെങ്കിലും ശരി, ജൂതന്മാർക്ക് പ്രശ്നമാണോ, എവിടെയാണെങ്കിലും ഒരുമിക്കണം എന്ന് പറഞ്ഞ് അന്ന് തന്നെ എല്ലാവരും ഒരു തീരുമാനമെടുത്തു. ലോകത്തിന്റെ ഏത് ഭാഗത്ത് ജൂതന്മാർക്ക് പ്രശ്നം വന്നാലും അവിടുത്തെ ഗവൺമെന്റ് അല്ല, ഇസ്രായേൽ തന്നെ ആദ്യം വന്ന് നിൽക്കും. അതിന്റെ പൗരൻ എവിടെയാണെങ്കിലും അവന് വേണ്ടി നിൽക്കും. ഇസ്രായേൽ ദേശത്തിന് ഏതെങ്കിലും പ്രശ്നമെന്ന് പറഞ്ഞാൽ അത് തന്റെ സ്വന്തം വീട്ടിൽ ഉണ്ടാകുന്ന പ്രശ്നം പോലെ എല്ലാവരും കരുതാൻ തുടങ്ങി. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ വർഷങ്ങളിൽ പാലസ്തീൻ പ്രദേശത്ത് നമുക്ക് സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടാക്കിയാൽ മതി എന്ന് അവിടുത്തെ മൂപ്പന്മാരും അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും എല്ലാം തീരുമാനമെടുത്ത സമയത്ത് ഒരൊറ്റ വിളിയെ വിളിച്ചുള്ളൂ. അതും ആരും അറിയാതെ വളരെ രഹസ്യമായി, ജൂതന്മാരെ ഇസ്രായേലിലേക്ക് വരിക, അത്രയേ ഉള്ളൂ. ലക്ഷക്കണക്കിന് ജൂതന്മാർ കാലങ്ങളായി അവർ ജനിച്ചു വന്ന വീടും സ്ഥലവും ആ സമയത്ത് തന്നെ വിട്ടേച്ച്, സ്വത്ത്, വീട്, സ്ഥലം അങ്ങനെ എല്ലാം വിട്ടേച്ച് ഇസ്രായേലിലേക്ക് തിരിച്ചു. പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് പോലും ഇസ്രായേൽ എന്നൊരു ദേശം അവർക്ക് വേണ്ടി ഉരുവാകാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഗ്യാരണ്ടി പോലും ഇല്ലായിരുന്നു. എന്നാലും വിളിച്ച വിളിയിൽ തന്നെ എല്ലാവരും വരാൻ തുടങ്ങി. പോകുന്ന സ്ഥലത്ത് നമുക്ക് താമസിക്കാൻ നല്ല സൗകര്യമുള്ള വീടുണ്ടാകുമോ, സ്ഥലമുണ്ടാകുമോ, ജോലി ഉണ്ടാകുമോ എന്നൊന്നും അറിയില്ല. ജീവിക്കാൻ സമ്മതിക്കുമോ എന്നറിയില്ല. യുദ്ധങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരുമോ എന്ന് ചിന്തിച്ചതും കൂടെയില്ല. ഒരു വാക്ക്, ഒരു ആജ്ഞ, ഒരൊറ്റ തീരുമാനം, എല്ലാവരും വന്നു ചേരാൻ തുടങ്ങി. ജൂതന്മാർ എന്ന ഐഡന്റിറ്റി അവർ എങ്ങനെ ഉണ്ടാക്കി, ഇസ്രായേലിനെ എങ്ങനെ ഉണ്ടാക്കി എന്നത് ഇനി നമുക്ക് നോക്കാം. ഇതിനൊക്കെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഷിലോറ്റ് സംഘടന. റോമാക്കാരെ എതിർത്ത് ഇവർ പ്രശ്നം ഉണ്ടാക്കിയല്ലോ, ആ സംഭവമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. യെരുശലേം ദേവാലയത്തെ റോമാക്കാർ ഇടിച്ചത് യേശു ജനിച്ചതിന് ശേഷം ഏകദേശം 70 വർഷത്തിന് ശേഷമാണ്. അത് കഴിഞ്ഞ് ഏകദേശം 3-4 വർഷം ജൂതന്മാർക്കും റോമാക്കാർക്കും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് യുദ്ധം ഉണ്ടായിരുന്നു. യെരുശലേം ജൂതന്മാർക്ക് പാലസ്തീൻ പ്രദേശത്തിന് പുറത്തുണ്ടായിരുന്ന ജൂതന്മാർ അവരാൽ കഴിയുന്ന സഹായം ചെയ്തുകൊണ്ടേയിരുന്നു. എന്ത് ചെയ്താലും റോമാക്കാർക്ക് വഴങ്ങരുത് എന്നതാണ് അവരുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം. ജൂതന്മാർക്ക് ആരെയും അങ്ങനെ ഭയമില്ലായിരുന്നു. അവർ ജീവിക്കുന്ന സ്ഥലത്തെ അവർ ഭരിക്കാൻ പ്രാപ്തരാണ്. റോമാക്കാർക്ക് കാൽ കഴുകുന്ന ജോലി പിന്നെ ചെയ്യാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. റോമ ചക്രവർത്തിക്ക് വലിയ സൈന്യം ഉണ്ടാകാം, ആൾക്കാർ ഉണ്ടാകാം, സാമ്പത്തിക ശക്തി ഉണ്ടാകാം. പക്ഷേ ജൂതന്മാരുടെ അടുത്ത് ഐക്യത ഉണ്ടായിരുന്നു. യുദ്ധത്തിൽ മരിക്കുക, അതായിരുന്നു അവരുടെ അടുത്ത ലക്ഷ്യം. ജയിക്കുന്നതിനേക്കാളും നമ്മൾ പ്രതികരിക്കും എന്നവർ മനസ്സിലാക്കണം എന്ന് അവർ ഭയങ്കര വൈരാഗ്യത്തോടെയിരുന്നു. വിപ്ലവം ഉണ്ടാക്കുന്ന ആ ജൂതന്മാർക്കറിയാം റോമൻ സൈന്യത്തെ എതിർത്ത് ജയിക്കാൻ പറ്റില്ല എന്ന്. അപ്പോഴാണ് ഒരു സംഭവം ഉണ്ടാകുന്നത്. യേശു ജനിച്ചതിന് ശേഷം 73 വർഷമാണ് സംഭവിച്ചത്. ഷാ എന്ന കടൽക്കര ഭാഗത്ത് ഉണ്ടായിരുന്ന മസോഡ എന്ന സ്ഥലത്ത് ജൂതന്മാരെ റോമ സൈന്യം ആക്രമിച്ചു. ഇസ്രായേൽ ചരിത്രത്തിൽ ഇങ്ങനൊരു ഭയാനകമായ സംഭവം സംഭവിച്ചിട്ടില്ലെന്ന് പറയാം. ഇനി ജീവിതകാലം മുഴുവനും യുദ്ധവും മരണവും അവരുടെ ജീവിത ഭാഗമാണെന്ന് തീരുമാനിച്ച ജൂതന്മാർ ഒരു ഭാഗത്ത്, ജൂതന്മാരുടെ പട്ടി പോലും ഇനി ജീവനോടെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഭയങ്കര ദേഷ്യത്തോടെ യുദ്ധം ചെയ്യുന്ന റോമ സൈന്യം മറുഭാഗത്ത്. റോമാക്കാരെ സംബന്ധിച്ച് ജൂതന്മാർ സ്വന്തം ദേശം എന്നുണ്ടാകുന്ന പ്രശ്നത്തെ അടിച്ചമർത്തുന്നത് അതൊരു ഭാഗമാണ്. ജൂതന്മാർക്കോ സ്വന്തം ദേശം എന്ന് പറയുന്നത് നിസാരം ഭൂമിയെ സംബന്ധിക്കുന്ന വിഷയമല്ല, അവരുടെ ആത്മാഭിമാനമാണ്. വളരെ ക്രൂരമായ ആക്രമണമായിരുന്നു അത്. എങ്ങനെയാണെങ്കിലും റോമാക്കാരെ ജയിക്കില്ല എന്ന് ജൂതന്മാർക്ക് അറിയാമെങ്കിലും അവർ അവരുടെ പ്രതിഷേധം കാണിച്ചു. എന്നാൽ റോമാക്കാരോ നേരിട്ട് യുദ്ധം ചെയ്യാൻ ഇഷ്ടമല്ലായിരുന്നു. ഗൊറില്ല യുദ്ധമായിരുന്നു അവർക്കിഷ്ടം. രാത്രി സമയത്ത് ഗ്രാമങ്ങളിൽ കയറി വീടിന് തീ വയ്ക്കുക, ഞെട്ടി പേടിച്ച് പുറത്തേക്ക് ഓടുന്ന ജൂതന്മാരെ വെട്ടിക്കൊല്ലുക, കുഞ്ഞുങ്ങളെ കഴുത്തിന് പിടിച്ച് പൊക്കി ഞെരിച്ചു കൊല്ലുക, അവരുടെ ശവങ്ങളെ കടലിൽ എറിയുക, കണ്ണിൽ കാണുന്ന സ്ത്രീകളെ പീഡിപ്പിച്ച് കൊല്ലുക എന്ന് പറഞ്ഞ് ആക്രമണത്തിന്റെ പട്ടിക ഇങ്ങനെ നീളുന്നു. ഇത് മതിയാകാതെ ജൂതന്മാരുടെ കന്നുകാലികളെല്ലാം കൂടെ വെട്ടി തെരുവുകളിൽ എറിഞ്ഞു കളഞ്ഞു. വീടുകളെ ഇടിച്ചു, സ്കൂൾസും പള്ളികളും പൊളിച്ച് കത്തിച്ചു. റോമ സൈന്യത്തിന്റെ കയ്യിൽ പെടാൻ ആഗ്രഹിക്കാത്ത പല ജൂത കുടുംബവും അവരുടെ കയ്യിൽ പെടുന്നതിനേക്കാളും ആത്മഹത്യ ചെയ്യുന്നത് നല്ലതെന്ന് പറഞ്ഞ് ഒരുപാട് കുടുംബം ആത്മഹത്യ ചെയ്തു. കുടുംബത്തിന്റെ തലവന്മാർ അവരുടെ ഭാര്യ മക്കളെ ആദ്യം കൊന്നിട്ട് അതിനുശേഷം താനും മരിക്കുമായിരുന്നു. 1-2 അല്ല, 100 കണക്കിന് കുടുംബം അങ്ങനെ ആത്മഹത്യ ചെയ്തു. മരണത്തിന്റെ ഗന്ധം നിറഞ്ഞ ഈ ചരിത്ര സംഭവങ്ങൾ സംഭവിച്ച് ഏകദേശം 1900 വർഷം കഴിഞ്ഞാണ് ഇങ്ങനെ ഒരു മരണത്തിന്റെ പ്രളയം അവിടെ ഉണ്ടായെന്ന് പുറം ലോകം അറിഞ്ഞത്. ഈ മരണത്തിന്റെ ഗന്ധം നമുക്ക് അടിക്കാൻ 1900 വർഷം എടുത്തുവെന്ന് എങ്ങനെ കണ്ടുപിടിച്ചെന്നറിയാവോ? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ കാലഘട്ടങ്ങളിൽ പാലസ്തീനിൽ നടത്തിയ ഒരു പുരാവസ്തു ഗവേഷണത്തിൽ നമ്മൾ സംസാരിച്ചല്ലോ യുദ്ധം. അതിന്റെ അവശിഷ്ടം ഓരോന്നായി കണ്ടുപിടിച്ചു തുടങ്ങി. ഓരോ ചെറിയ ചെറിയ ഗുഹയ്ക്കകത്തും ഏകദേശം 25 സ്ത്രീകൾ, പുരുഷന്മാർ, കുഞ്ഞുങ്ങളുടെ അസ്ഥിക്കൂടങ്ങൾ കണ്ടെത്താൻ തുടങ്ങി. കാർബൺ ഡേറ്റിംഗ് ചെയ്ത് നോക്കിയപ്പോൾ ആ അസ്ഥിക്കൂടങ്ങളുടെ വയസ്സ് വളരെ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു. റോമാക്കാരുടെ കയ്യിൽ പെടാതിരിക്കാൻ ജൂത കുടുംബങ്ങൾ മൊത്തത്തിൽ ആത്മഹത്യ ചെയ്ത വലിയ സംഭവത്തിന്റെ ഒരു അധ്യായമാണത്. ഈ പ്രശ്നത്തിന് ശേഷം ജെറുസലേം ജൂതന്മാരെ കൈകാര്യം ചെയ്യാൻ
റോമാക്കാർ ഒരു പുതിയ രീതി ആലോചിച്ചു. യെരുശലേം ദേശത്തിന്റെ ദൈവിക മഹത്വവും ആ ദേവാലയത്തിന്റെ ഓർമ്മയും സ്വാഭാവികമായിട്ടും അവിടെ താമസിക്കുന്നവർക്ക് ഒരു ഭയങ്കര അഭിമാന ബോധമാണ് കൊടുത്തിരുന്നത്. ഈ ബോധമാണ് അവരെ ഈ ഭരണത്തിന് വിരോധമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് അവർ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ഊഹിച്ച റോമാക്കാർ ജൂതന്മാരെ സെപ്പറേറ്റ് ആക്കി ഭരിക്കാം എന്നൊരു തീരുമാനമെടുത്തു. അതനുസരിച്ച് യെരുശലേമിൽ ഒരു ജൂതന്മാർ പോലും ഉണ്ടാകാൻ പാടില്ല. ജൂതന്മാരെല്ലാം തീരദേശത്ത് പോയി താമസിക്കണം എന്ന് പറഞ്ഞു. ഈ തീരദേശം എന്ന് പറയുന്നില്ലേ, ആ സ്ഥലത്തിന് ഇന്നത്തെ പേര് ഗാസ. ഇപ്പൊ യുദ്ധം നടക്കുന്ന ഒരുപാട് പേർ അവരുടെ വീട് വിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ പുറത്തു പോകുന്നില്ലേ? ഇസ്രായേലിന്റെ ബോംബ് ആക്രമണം നടക്കുന്നില്ലേ? ആ ഗാസ ഭാഗത്താണ്. ആ ഭാഗത്തേക്ക് ജൂതന്മാരെ റോമാക്കാർ ഓടിച്ചു. അതൊരു നിയമമായി തന്നെ കൊണ്ടുവന്നു. ശരി, ആ തീരദേശത്ത് ജൂതന്മാരെ പാർപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അവിടെയും അവർ ഒരുമിച്ച് താമസിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് അവരെങ്ങനെ താമസിപ്പിച്ചെന്നറിയോ? കുറച്ച് അറബികൾ ഉണ്ടാകും, അതിൻ്റെ അടുത്ത് കുറച്ച് ജൂതന്മാരെ താമസിപ്പിക്കും. പിന്നെ അതിനുശേഷം കുറച്ച് അറബികൾ ഉണ്ടാകും, അതിൻ്റെ അപ്പുറത്ത് കുറച്ച് ജൂതന്മാരെ താമസിപ്പിക്കും. അങ്ങനെ എല്ലാവരെയും ഒരുമിച്ച് നിർത്താതെ സ്പ്ലിറ്റ് ആക്കി കളഞ്ഞു. ഇങ്ങനെ താമസിപ്പിച്ച ജൂതന്മാരുടെ കലാപം ഇല്ലാതാക്കാൻ പറ്റും എന്നൊരു പ്ലാൻ ഉണ്ടാക്കി ഇതെല്ലാം ചെയ്തു. പക്ഷേ ഗാസ ഭാഗത്ത് ചെന്ന് സെറ്റിലായ ജൂതന്മാരോ വേറൊരു സംഭവത്തെ വളരെ ഗൗരവമായി ചെയ്യാൻ തുടങ്ങി. കലാപം ചെയ്യുന്നതിനേക്കാൾ നമ്മൾ ചെയ്യേണ്ടത് വിപ്ലവമാണ് എന്ന് അപ്പോഴാണ് തീരുമാനിക്കുന്നത്. ഈ മസാഡ ആക്രമണത്തിനും നാശത്തിനും ശേഷം പാലസ്തീന്റെ തീരദേശത്ത് ജീവിക്കാൻ നിർബന്ധിക്കപ്പെട്ട് നമ്മൾ ഗാസ ഭാഗത്ത് ജീവിക്കണമെന്ന് വേറെ മാർഗമില്ല എന്ന് വിധിക്കപ്പെട്ട ജൂതന്മാരോ അവിടെ പോയി സെറ്റിലായി. ജീവിതം എന്നത്തെയും പോലെ പ്രശ്നം ഉണ്ടാകും. എന്നാൽ നാശം, നഷ്ടം, സ്ഥലമാറ്റം ഇതൊന്നും അവരെ തളർത്തിയില്ല. റോമാക്കാരെ എതിർത്ത് അവർ ചെയ്ത കലാപവും ചെറിയ ചെറിയ വിപ്ലവമെല്ലാം പരാജയത്തിൽ തന്നെ അവസാനിച്ചെങ്കിലും ഒരു ചെറിയ പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. യുദ്ധം കൊണ്ട് ജയിക്കാൻ പറ്റാത്തവരെ ബുദ്ധി കൊണ്ട് ജയിക്കണം എന്നവർ തീരുമാനിച്ചു. അതാണ് അവരുടെ ചിന്തയുടെ ഒരു ഷോർട്ട് നോട്ട്. പിന്നത്തേതിൽ നാം കണ്ട ചരിത്രത്തിൽ ജ്ഞാനികൾ എന്ന് പറഞ്ഞ ജൂതന്മാരാണ്, സയന്റിസ്റ്റ് എന്ന് പറഞ്ഞ ജൂതന്മാരാണ് എന്നൊക്കെ ഈ കാലത്തിൽ മാറി മറിഞ്ഞത് ആ സമയത്തെടുത്ത തീരുമാനമാണോ എന്തെന്ന് അറിയത്തില്ല. ജൂതന്മാർക്കിടയിൽ ഈ ഒരു ആലോചന പറഞ്ഞത് ജൂത പുരോഹിതനാണ്. പ്രത്യാശ കൊടുത്തതും കുറച്ച് ജൂത പുരോഹിതന്മാരാണ്. റോമാക്കാർ ജൂത ദേവാലയം നശിപ്പിക്കുമെന്ന് മുമ്പേ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ദേവാലയത്തിൽ തന്നെ ജീവിച്ച ജോഹനാൻ ബി സക്കായ് എന്ന പുരോഹിതൻ നേരത്തെ പ്രവചിച്ചു എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ പേര് സക്കായ്. ഇദ്ദേഹം ഒരു ആലോചന പറഞ്ഞു. എന്താന്ന് പറഞ്ഞാൽ, റോമാക്കാർക്ക് എന്തൊക്കെയാണ് പ്രത്യേകതകളുള്ളത്, പ്രത്യേക സംഭവങ്ങളുള്ളത്, ആ സംഭവങ്ങളെല്ലാം ജൂതന്മാരും ഉണ്ടാക്കണം. റോമാക്കാർ വിദ്യാഭ്യാസത്തിൽ ബെസ്റ്റാണ്, അപ്പൊ ജൂതന്മാരും വിദ്യാഭ്യാസത്തിൽ ബെസ്റ്റ് ആകണം. റോമാക്കാർ നല്ല പണമുള്ളവരാണ്, അപ്പൊ നമ്മളും പണം ഉണ്ടാക്കണം. അവരുടെ സാംസ്കാരിക അഭിമാനത്തിന് ജൂതന്മാരുടെ അഭിമാനവും ഒരു രീതിയിലും കുറഞ്ഞതല്ല എന്നത് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കണം. നമ്മുടെ ദേശത്തേക്ക് ആർക്ക് വേണമെങ്കിലും വരാം, പക്ഷേ നമ്മുടെ വംശത്തിൽ കയറാൻ ആർക്കും പറ്റത്തില്ല. ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിലും മനസ്സുകൊണ്ട് എപ്പോഴും ഒരുമിച്ച് ജീവിക്കുന്നവരാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കണം. ഒരു വലിയ ജൂത സാമ്രാജ്യം, ഒരു ജൂത ദേശം ഉണ്ടാക്കണം. ആ വലിയ സ്വപ്നത്തിന്റെ ആദ്യ സ്റ്റെപ്പ് എടുത്തത് ഈ ജൂത പുരോഹിതനാണ്. ബുദ്ധി കൊണ്ട് ജയിക്കുന്നത്, അതാണ് ആ സ്റ്റെപ്പ്. ജൂതന്മാരുടെ മനസ്സിൽ മന്ത്രിച്ചു വിട്ടതുപോലെ ആ വാക്ക് അങ്ങ് പറ്റിപ്പിടിച്ചു. അന്നു മുതൽ വിപ്ലവം പൂർണ്ണമായിട്ട് അവർ വിട്ടു. നേരെ മറിച്ച് അവരുടെ മക്കളെ നന്നായി പഠിപ്പിച്ചു. ജൂതന്മാരുടെ ഇന്നത്തെ ഈ വളർച്ച അവർ അന്ന് എടുത്ത തീരുമാനത്തിന്റെ റിസൾട്ടാണ്. ഈ സാക്കായ് പുരോഹിതൻ വേറെ കുറച്ച് പുരോഹിതന്മാരെ കൂട്ടിക്കൊണ്ട് റോമിലേക്ക് പോയി ചക്രവർത്തിയെ കണ്ടു. ഇനി മേലാൽ ജൂതന്മാർ പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് ഉറപ്പ് കൊടുത്തു. എങ്ങനെ ഒരു റോമ പൗരൻ സമാധാനത്തോടെ ജീവിക്കുന്നു, അതേപോലെ ജൂതനും ജീവിക്കും എന്ന് വാക്ക് പറഞ്ഞു. പക്ഷെ അതിന് പകരം ഒരു കാര്യം മാത്രം അവർ ചോദിച്ചു. ഇപ്പോൾ ഞങ്ങളെ നിർബന്ധിച്ച് ഗാസ തീരത്ത് താമസിപ്പിച്ചു, അതും സെപ്പറേറ്റ് ആക്കി. അത് ഞങ്ങൾക്ക് കുഴപ്പമില്ല. അവിടെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുവാൻ വേണ്ടി സ്കൂൾ പണിതിട്ടുണ്ട്. ആ സ്കൂൾസ് റോമ സൈന്യം ഇല്ലാതാക്കാൻ പാടില്ല. സിലബസ് ഞങ്ങൾ തീരുമാനിക്കും, അതിൽ ഇടപെടരുത്, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ഉടനെ ചക്രവർത്തി അത്രേ ഉള്ളോ, ശരിയെന്ന് സമ്മതിച്ചു. സ്കൂൾസിനെ ഇടിക്കാൻ പാടില്ല, മതപരമായ പഠിപ്പിക്കലുകൾ തടസ്സം ചെയ്യാൻ പാടില്ല, അത്രയല്ലേ ഉള്ളൂ, നടക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഇതിനകത്താണ് ഒരു രഹസ്യമുള്ളത്. സക്കായ് പുരോഹിതന്റെ ഈ അഭ്യർത്ഥന ജൂതവംശം നശിക്കാതിരിക്കാനുള്ള ഒരു സംരക്ഷണ വലയമാണ്. വിദ്യാഭ്യാസം വളർന്ന് അവരുടെ മതവും വളർന്ന് ജനത്തിന് അറിവ് വളർന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു വംശത്തിലുള്ള എല്ലാവരും പഠിക്കാൻ തുടങ്ങിയാൽ തന്നെ സ്വതന്ത്ര ദേശം എന്നൊരു വിത്ത് അവർ പോലും അറിയാതെ ആ പഠനം അവർക്ക് കൊടുക്കും. നന്നായിട്ട് പഠിച്ചവരാണെങ്കിൽ സ്വാതന്ത്ര്യത്തിനായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന ആലോചന ഉണ്ടാകും. എല്ലാവരും നന്നായി പഠിച്ചവരാണെങ്കിൽ നമ്മൾ യുദ്ധത്തിൽ ജയിക്കണം, അത് രണ്ടാമതാണ്. ആദ്യം നമ്മുടെ വംശം നശിക്കാതെ ഇരിക്കാൻ നമ്മൾ നോക്കണം എന്നതിൽ വളരെ ശ്രദ്ധിക്കും. പഠിച്ചവരാണെങ്കിൽ നോക്കിക്കേ, കുടുംബത്തെ ഏകദേശം സെറ്റിലാക്കിയ ശേഷം ഇപ്പോൾ കുടുംബം സേഫായി, സെറ്റിലായി, ഇനി വേണമെങ്കിൽ വിപ്ലവം ഉണ്ടാക്കാം, ഇനി നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാം, ഇനി നാടിന് വേണ്ടി നല്ലത് ചെയ്യാം, ഇനി രാഷ്ട്രത്തിൽ പോകാം, എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് ആദ്യം തന്റെ കുടുംബത്തെ ഒരു സേഫ് ലൈനിൽ കൊണ്ടുവരാൻ ശ്രമിക്കും. അതിനുശേഷമേ റിസ്ക് എടുക്കാൻ നോക്കത്തുള്ളൂ. ഇതൊക്കെ 20-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്കുള്ള അറിവാണ്. പക്ഷേ ഇതവർ ആ സമയത്ത് തന്നെ ആലോചിച്ച് തീരുമാനിച്ചു എന്നതാണ് അത്ഭുതം. കാട്ടുതീ പോലെ മിഡിൽ ഈസ്റ്റ് മുഴുവനും ഇപ്പോൾ ക്രിസ്തു മതം വ്യാപിച്ചു.
പല ജൂതന്മാരും ക്രിസ്ത്യൻസായി മാറുന്ന സമയം. കൊച്ചു കൊച്ചു വിഗ്രഹത്തെ വണങ്ങിയ അറബികൾ പോലും ക്രിസ്ത്യൻസായി മാറി തുടങ്ങിയ സമയം. അറേബ്യൻ ദേശം മാത്രമല്ല, യൂറോപ്പിലും ക്രിസ്തുമതം വ്യാപിക്കാൻ തുടങ്ങി. പാലസ്തീൻ ദേശത്തുടനീളം ക്രിസ്ത്യൻ മിഷണറിമാർ എഴുന്നേക്കാൻ തുടങ്ങി. കൂട്ടം കൂട്ടമായി ഒരുപാട് ക്രിസ്ത്യൻ മിഷണറിമാർ പ്രസംഗിക്കാൻ ദേശങ്ങൾ കടന്നു പോകാൻ തുടങ്ങി. ക്രിസ്തുമതം ഏത് ദേശത്താണോ പോകുന്നത് അവിടുത്തെ സംസ്കാരം, ജീവിത രീതികൾ എല്ലാം സ്വീകരിക്കും. അതൊന്നും തെറ്റല്ല എന്ന് പറയും. നീ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ശരിയല്ല, നീ ശരീരം മൊത്തം കവർ ചെയ്യണം. അവൻ ചിലപ്പോൾ തുണി വാങ്ങിക്കാൻ കാശ് പോലും ഇല്ലാത്തവനായിരിക്കും. പക്ഷേ നീ ഫുൾ തുണി ഇട്ടാൽ മാത്രമേ ക്രിസ്ത്യനാകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവൻ ക്രിസ്തുമതം സ്വീകരിക്കുമോ? ഇല്ല. നീ എന്ത് കഴിക്കുന്നോ കഴിക്ക്, പ്രശ്നമില്ല. നീ എന്താണോ ഇട്ടിരിക്കുന്നത് ഇട്ടോ, പ്രശ്നമില്ല. എന്ത് സംസ്കാരമാണോ ഫോളോ ചെയ്യുന്നത് ഫോളോ ചെയ്തോ, അതൊരു പ്രശ്നമേ അല്ല. പക്ഷെ ഞാനൊരു ക്രിസ്ത്യനാണ് എന്ന് റെക്കോർഡ് മാത്രം എഴുതുക. ഞായറാഴ്ച ചർച്ചിൽ വാ, ഇത്ര മതി, ഇത്ര മാത്രം എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാരും കൂട്ടത്തോടെ ക്രിസ്ത്യൻസായി മാറാൻ തുടങ്ങി. ഇത് നിർബന്ധിത മതപരിവർത്തനമല്ല. ആരും ആരെയും നിർബന്ധിച്ചല്ല അവരെ ക്രിസ്ത്യൻസ് ആക്കിയത്. ഇത് വളരെ ഇഷ്ടത്തോടെയാണ് ആൾക്കാർ സ്വീകരിച്ചത്. ഇത് ബാക്കി ജൂതന്മാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആൾക്കാർ കുറവാണെങ്കിലും ജൂതമതം പുരാതന മതമാണ് എന്നത് ജൂതവംശത്തിന്റെ ജനത്തോട് തന്നെ എടുത്തു പറയേണ്ട അവസ്ഥയിൽ ജൂത പുരോഹിതന്മാർ വന്നു. ഈ സമയത്താണ് കുറച്ച് പുരോഹിതന്മാർ റോമൻ ചക്രവർത്തിയുടെ അടുത്ത് ചെന്ന് സംസാരിച്ച് ഡീൽ ചെയ്തു വന്നത്. ഇനി പഠനത്തിനും മതത്തിനും കുഴപ്പമില്ല. ജൂതന്മാർ കലാപങ്ങൾ നിർത്തി ജ്ഞാനത്തിന്റെ വിപ്ലവം തുടങ്ങി. രക്ഷകർത്താക്കൾ എല്ലാ ദിവസവും മുടങ്ങാതെ എല്ലാ പിള്ളേരെയും സ്കൂളിൽ അയച്ചു. അവരും വളരെ ഗൗരവത്തോടെ മതത്തിന്റെ കർത്തവ്യങ്ങൾ ചെയ്തു തുടങ്ങി. ജോലി ചെയ്യുമ്പോൾ വേറെ ഒരു ചിന്തയില്ല. ജോലി ചെയ്യണം, സമ്പത്തുണ്ടാക്കുന്നതിൽ ശ്രദ്ധിക്കണം. വിശ്രമ സമയത്ത് പ്രാർത്ഥന, പ്രസംഗം അതിൽ ശ്രദ്ധിച്ചു. പള്ളിയിൽ മുടങ്ങാതെ പോകും. അവിടുത്തെ പുരോഹിതന്മാർ പിള്ളേരുടെ പഠനത്തിൽ നന്നായി ശ്രദ്ധിച്ചു. രക്ഷകർത്താക്കളെ മതത്തിന്റെ വഴി മാറാതെ നോക്കി. ഒറ്റനോട്ടത്തിൽ ഇതൊക്കെ വെറുതെ ചില കാര്യം പോലെ തോന്നാം. പക്ഷേ അന്നത്തെ ജൂതന്മാർ മൊത്തവും ഇതൊരു ദിവസേന ചെയ്യുന്ന കാര്യം പോലെ അല്ല ചെയ്തത്. ഭയങ്കര ഭയഭക്തിയോടെയാണ് ഈ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. അവരുടെ ചുറ്റും ഉണ്ടാക്കിയ ഒരു വൻമതിലിന്റെ മൂലക്കൽ എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. അതിൽ ഒരു സംശയവുമില്ല. ഇന്നും അന്താരാഷ്ട്ര തലത്തിൽ ആധുനിക കൃഷിയിൽ എല്ലാം ജൂതന്മാർ ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്നതിന്റെ കാരണം അവരുടെ വിദ്യാഭ്യാസമാണ്. ഈ സമയത്താണ് ജൂതമത പുരോഹിതന്മാരുടെ അധികാര കൗൺസിലിൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ കുറച്ച് നയങ്ങൾ മാറി. റബ്ബാൻ ഗമാലിയേൽ എന്ന മതപുരോഹിതൻ മതപരമായ ആചാരങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ കാലത്തിന്റെ ആവശ്യകതയെ അനുസരിച്ച് ചില മാറ്റങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെട്ടു. മതവിശ്വാസങ്ങൾക്ക് എതിരെയല്ല, ജനങ്ങൾക്കിടയിൽ മതഭക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ആലോചന. പുരാതന ജൂതന്മാർ അവരുടെ പാപം മാറ്റാൻ കന്നുകാലികളെ ബലി അർപ്പിക്കുന്നത് ഒരു ശീലമാക്കിയിരുന്നു. അതൊരു പഴയ ആചാരമല്ലേ എന്ന് മതഗുരുക്കന്മാർ തന്നെ തമ്മിൽ സംസാരിക്കുമായിരുന്നു. കന്നുകാലികളെ കൊന്ന് നിങ്ങളുടെ പാപത്തെ ഇല്ലാതാക്കുന്നതിനേക്കാളും കന്നുകാലികളെ സ്നേഹത്തോടെ വളർത്തി നിങ്ങളുടെ പാപത്തെ ഇല്ലാതാക്കാമല്ലോ എന്ന് സംസാരിക്കാൻ തുടങ്ങി. നമ്മുടെ സാക്കി എന്ന പുരോഹിതനുണ്ടല്ലോ, അദ്ദേഹം കരുണയേക്കാൾ വലിയ കാര്യം ഈ ലോകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ബലി അർപ്പിക്കുന്ന സംസ്കാരത്തെ ജനത്തിന്റെ ഇടയിൽ നിന്ന് മാറ്റിയെടുത്തത് ഈ പുരോഹിതന്മാരാണ്. ഇത് കണ്ടുനിന്ന ബാക്കി ജൂതന്മാരും അതെ ശരിയല്ലേ, ഇവർ പറയുന്നതുപോലെ ഒന്ന് ചെയ്തു നോക്കാം, ബുക്കിലുള്ളതുപോലെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് അവർ നിന്നില്ല. കാലത്തിനനുസരിച്ച് അവരും ചെറുതായി അയഞ്ഞുകൊടുത്തു. അതുവരെ അധികാര സ്ഥാനമായിരുന്ന മതഗുരുക്കന്മാരുടെ സഭ സ്കൂൾ അധ്യാപകർക്ക് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. അധ്യാപകർക്കും പുരോഹിതന്മാരുടെ ഒപ്പം സ്ഥാനം കൊടുക്കാൻ തുടങ്ങി. മതഗുരുക്കന്മാരെ ഏത് രീതിയിലാണോ ജനം ബഹുമാനിച്ചത് അതുപോലെ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകർക്കും അവർ ബഹുമാനം കൊടുക്കാൻ തുടങ്ങി. ആ അധ്യാപകരെ റബ്ബി എന്ന് വിളിക്കും. എല്ലാ മതഗുരുക്കന്മാരും ഈ ചേഞ്ചിനെ ഉടനെ സ്വീകരിച്ചില്ല. പക്ഷേ ഏകദേശം എല്ലാ പുരോഹിതന്മാരും കാലത്തിനനുസരിച്ച് അധ്യാപകരെ ഒപ്പത്തിന് നിർത്താൻ അവരെ അംഗീകരിച്ചു. നമ്മുടെ റബ്ബാൻ ഗമാലിയേൽ എന്ന പുരോഹിതനും ഇതിനെക്കുറിച്ച് ബോധവൽക്കരണം ചെയ്യാൻ സിറിയ, റോം അങ്ങനെ ജൂതന്മാരുള്ള മറ്റു സ്ഥലത്തും പോയി. റോമാക്കാരുടെ കാലിന്റെ അടിയിൽ കിടന്ന് ചതഞ്ഞരഞ്ഞ് ഇല്ലാതായി പോകാൻ സാധ്യതയുള്ള ഒരു വംശം എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ അത് വിദ്യാഭ്യാസം കൊണ്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഒരു മന്ത്രം പോലെ മന്ത്രിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് അധ്യാപകരെയും മതപുരോഹിതന്മാരെയും ഒരേ സ്ഥാനത്ത് വെച്ച് ജനം ബഹുമാനിക്കാൻ തുടങ്ങിയത്. പുരോഹിതന്മാരും അധ്യാപകർ പറയുന്നത് കേട്ടു, പഠിച്ചവൻ പറഞ്ഞത് കേട്ടു. ആ വംശം നന്നായി. ഇങ്ങനെ ജൂതവംശം പഠിത്തം എന്ന് പറഞ്ഞ് പഠിത്തത്തെ വളരെയേറെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഈ പഠിച്ചവർക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട് അടുത്ത കൽപ്പനയ്ക്ക് വേണ്ടി അവർ കാത്തിരുന്നു. എത്ര വർഷം കാത്തിരുന്നെന്നറിയാവോ? 45 വർഷം. യെരുശലേമിൽ ദേവാലയം ഇടിച്ചതിന് ശേഷം അടുത്ത 45-50 വർഷങ്ങൾക്ക് ജൂതന്മാർക്ക് വേറെ ചിന്തയില്ലായിരുന്നു. പഠിക്കുന്നത്, പഠിപ്പിക്കുന്നത്, മത ആചാരങ്ങളെ നന്നായി ചെയ്യുന്നത്, ഈ മതത്തിനകത്ത് ആരും നുഴഞ്ഞു കയറാതെ സംരക്ഷിക്കുന്നത്, പിന്നെ കലാപം, വിപ്ലവം ഇതൊന്നും ചെയ്യാതെ അവനവന്റെ ജോലി നോക്കി ജീവിക്കുന്നത് എന്നതായിരുന്നു. ഇതൊരു സാധാരണ വിഷയമാണ്. പക്ഷേ അവർ അസാധാരണമായ ശ്രദ്ധയോടെ ചെയ്തു. വളരെ ശ്രദ്ധയോടെ അവരുടെ ഈ തീരുമാനത്തെയും പ്രവർത്തനങ്ങളെയും മറ്റു ദേശങ്ങളിൽ പ്രത്യേകിച്ച് റോമൻ അധികാരത്തിന്റെ കീഴിലുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന ജൂതന്മാരെയും അറിയിച്ചു. അവരോടും നീ ഇരിക്കുന്നിടത്ത് സമ്പാദിക്കുക, പിള്ളേരെ പഠിപ്പിക്കുക, ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു സമ്പന്നനായി മാറ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഈ 45-50 വർഷം അവർ കാത്തിരുന്നു. ഇപ്പോ യേശുവിന്റെ ജനനത്തിന്
115 വർഷത്തിന് ശേഷം അവരുടെ കാത്തിരിപ്പിന്റെ വർഷങ്ങൾ തീർന്നു. ആദ്യമായി ഈജിപ്തിലും ലിബിയയിലും ഉണ്ടായിരുന്ന ജൂതന്മാർ അവിടെ ഉണ്ടായിരുന്ന റോമൻ അധികാരത്തിനെതിരെ വിപ്ലവം ഉണ്ടാക്കി. ഒരു ഭയങ്കര ശക്തി അവരെ നയിച്ചതുപോലെ അവർ കാണിച്ചു. ഈ രണ്ട് ദേശത്തിന് ഇത് എന്ത് പറ്റി എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ മെഡിറ്ററേനിയൻ കടലിന്റെ അടുത്തുണ്ടായിരുന്ന സിപ്രസ് ദ്വീപിൽ ഉണ്ടായിരുന്ന ജൂതന്മാർ അവിടെ അധികാരത്തിലുണ്ടായിരുന്ന ഗ്രീക്ക് ഗവർണറിനെതിരെ വിപ്ലവം ഉണ്ടാക്കി. ആ ഭാഗത്ത് പോയി വരുന്നതിന് മുമ്പ് തന്നെ ഇപ്പുറത്തെ സൈഡിൽ മെസപ്പട്ടോമിയ എന്ന് വിളിച്ചിരുന്ന ഇറാഖിന്റെ റോമൻ അധികാരത്തിനെതിരെ അവിടുത്തെ ജൂതന്മാർ യുദ്ധം തന്നെ ആരംഭിച്ചു. ഇങ്ങനെ ഈജിപ്റ്റ്, ലിബിയ, സിപ്രസ്, ഇറാഖ് അങ്ങനെ ഒരു സമയം തന്നെ ഈ 4 ദേശത്തും ഉണ്ടായിരുന്ന ജൂതന്മാർ സ്വാതന്ത്ര്യത്തെ ആഗ്രഹിച്ച് വിപ്ലവം ഉണ്ടാക്കാൻ തുടങ്ങി. മിഡിൽ ഈസ്റ്റ് മുഴുവനും ഇത് വ്യാപിച്ചു. റോം ഹെഡ് ക്വാർട്ടേഴ്സ് ഇത് കണ്ട് വിഷമിച്ചു. 45 വർഷം മിണ്ടാതെ ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ വളരെ നിശബ്ദരായിരുന്നല്ലോ, ഇപ്പൊ പെട്ടെന്ന് ഈ ജൂതന്മാർക്ക് എന്ത് പറ്റി? ഈ പ്രശ്നത്തിന് കാരണം എന്താണ് അവർക്ക് മനസ്സിലായില്ലായിരുന്നു. ഇത് ഈ 4 ദേശത്തിലും ഒരുമിച്ച് സംഭവിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, തീരദേശത്തെ ജൂതന്മാർ പാലസ്തീനിൽ, ഗാസയിൽ ഉണ്ടായിരുന്നല്ലോ, അവർ ഇതൊന്നും കണ്ടതായി പോലും ഭാവിച്ചില്ല. അവിടെ നിന്നാണ് വിദ്യാഭ്യാസം വേണമെന്ന് പുറത്തേക്ക് സ്പ്രെഡ് ആയത്. എന്നാൽ ഈ പ്രദേശങ്ങളിൽ പ്രശ്നം നടക്കുന്നത് അവർ കണ്ടതായി പോലും ഭാവിച്ചില്ല. സത്യത്തിൽ ഇവരാണ് നാട് കടത്തപ്പെട്ടത്. ഇവരെയാണ് റോം ഇവരിരിക്കേണ്ട ജെറുസലേം ദേശത്തുനിന്ന് മാറ്റി ഗാസയിൽ പാർപ്പിച്ചത്. സത്യത്തിൽ വിപ്ലവം ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞ ഇവരാണ്. പക്ഷേ ചുറ്റിലുമുള്ള എല്ലാ ദേശങ്ങളിലും പ്രശ്നം ഉണ്ടായപ്പോഴും ഇവർ ഒരു പ്രശ്നത്തിനും പോയില്ല. ചേട്ടാ, ഇവന്മാരെന്തിനാ പ്രശ്നം ഉണ്ടാക്കാത്തത് എന്ന് പറഞ്ഞ് റോമാക്കാർക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. തലയ്ക്ക് പ്രാന്ത് പിടിച്ചെന്ന് പറയാം. എന്തിനാ ഇവർ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ഇരിക്കുന്നത്? മറ്റെല്ലാ ജൂതന്മാരും ഉണ്ടാക്കിയില്ലോ, ഇവന്മാരെന്തിനാ ഉണ്ടാക്കാതിരിക്കുന്നത് എന്ന് പറഞ്ഞ് റോമാക്കാർ വളരെ പരിഭ്രാന്തരായി. ഇത് തന്നെ പാലസ്തീനിൽ ജീവിച്ച ജൂതന്മാരുടെ ആദ്യ ജയം എന്ന് പറയാം. കുറെ വർഷങ്ങൾക്ക് ശേഷം അവരുടെ മുഖത്ത് ഒരു ചിരി ഇപ്പോഴാണ് വന്നു കണ്ടത്. സൂപ്പർ അല്ലേ? ജൂതന്മാരുടെ ചരിത്രത്തിന്റെ കൂടെ തന്നെ പാലസ്തീന്റെ ചരിത്രവും നോക്കിക്കൊണ്ടാണ് വരുന്നത്. ജൂത മണ്ണിനെ കുറിച്ചും പാലസ്തീൻ മണ്ണിനെ കുറിച്ചുമാണ് നമ്മൾ നോക്കുന്നത്. എന്തിനാണ് മണ്ണ് എന്നും പറഞ്ഞെന്ന് പറഞ്ഞാൽ മണ്ണിൽ ജീവിക്കുന്ന മനുഷ്യൻ മാറാൻ സാധ്യതയുണ്ട്. ഈ പാലസ്തീന്റെ മണ്ണിൽ തന്നെ പാലസ്തീൻ അറബികൾ ജീവിച്ചു, ചില സമയത്ത് ജൂതന്മാർ ജീവിച്ചു, ചില സമയത്ത് രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചു. അതുകൊണ്ട് പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന പാലസ്തീൻ മണ്ണിനെക്കുറിച്ചും ഇസ്രയേലിയ മണ്ണിനെക്കുറിച്ചും ഇനി കുറച്ച് ഡീറ്റെയിൽ ആയി യേശുവിന്റെ ജനനത്തിന് ഒരു 110 വർഷത്തിന് ശേഷം എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ഇനിയുള്ള എപ്പിസോഡുകളിൽ നമുക്ക് കാണാം. കാത്തിരിക്കുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.